ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി നെല്ലിക്ക വെച്ചുണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. സാധാരണ നമ്മൾ നെല്ലിക്ക ആവിയിലൊന്ന് വേവിച്ചിട്ടാണ് ഉണ്ടാക്കാറ്. എന്നാൽ ഇതങ്ങനെയല്ല ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുന്ന നെല്ലിക്ക അച്ചാറിന് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് 600 ഗ്രാം നെല്ലിക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് വലിയ നെല്ലിക്കയാണിത്. നല്ല നെല്ലിക്ക നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. വലുതായാലും ചെറുതായാലും കുഴപ്പമില്ല. ഇത് നന്നായി കഴുകിയതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വയ്ക്കുക. എന്നിട്ടിത് നന്നായി തുടച്ചെടുക്കുക. തീരെ വെള്ളമയം പാടില്ല. ഇനി വേണ്ട മറ്റുള്ള ചേരുവകളും കൂടെ നോക്കാം. അതിനായിട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ചധികം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഏതാണ്ട് 1 കപ്പ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വലിയ വെളുത്തുള്ളിയാണ്. അതുകൊണ്ട് ഞാനിതൊന്ന് 4ആയിട്ട് കീറിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. ഇനി വേണ്ടത് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് 1/4 കപ്പ്, കുറച്ച് കറിവേപ്പില, പിന്നെ ഉണക്കമുളക്. ഉണക്കമുളക് ഇതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഇത് ഇഷ്ടപ്പെടും. ഇനി ഒരു മൺചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എപ്പോഴും അച്ചാർ ഉണ്ടാക്കുമ്പം നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അച്ചാറിന് ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ നേരത്തെ കഴുകി തുടച്ച് വെച്ച നെല്ലിക്കയാണ് ഇട്ട് കൊടുക്കുന്നത്. തീരെ വെള്ളമയം പാടില്ല. ഇനി ഇത് കുറച്ച് നേരം എണ്ണയ്ക്കകത്തിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കണം. നമ്മൾ സാധാരണ ആവിയിൽ വെച്ചിട്ടാണ് ഈ നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കാറ്. ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പം നെല്ലിക്ക നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വരും. ഇതിൻ്റെ തൊലിയെല്ലാം കുറച്ച് ചുളിഞ്ഞ് വരും. അതാണ് ഇതിൻ്റെ പാകം. ഇതിൻ്റെ കളറും കുറച്ചൊന്ന് മാറും. ഇപ്പം കുറച്ച് നേരമായിട്ട് ഞാനിത് വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. നെല്ലിക്കയൊക്കെ പാകമായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾക്ക് നെല്ലിക്ക എണ്ണയ്ക്കകത്തുനിന്ന് മാറ്റാം. ഇനി ഇത് അരിയേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പം നമ്മൾ കൈവച്ച് തന്നെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഓരോ അല്ലിയായിട്ട് അടർന്ന് വീണോളും. ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ എണ്ണയ്ക്കകത്ത് തന്നെയാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത്. അതിന് മുന്നേ ആയിട്ട് നമ്മൾക്ക് ഉലുവയും കടുകും കൂടെ ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 2 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. കടുകെല്ലാം ഒന്ന് പൊട്ടി വരും. ആ ഒരു പാകം വരുമ്പോൾ നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പം കടുകെല്ലാം നല്ലപോലെ പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇനി ഇത് കുറച്ചൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് നമ്മൾക്ക് മിക്സിയുടെ ഒരു ജാറിനകത്തിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് പൊടിഞ്ഞു പോകരുത്, പൗഡർ പോലെ ആകരുത്. ഈ സമയത്ത് നെല്ലിക്ക കുറച്ച് ചൂടാറിയിട്ടുണ്ട്. ഞാനിതിവിടെ കൈ വെച്ചിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെ പൊട്ടിച്ചാൽ മതി. കത്തിയുടെ ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഇത് അടർന്നു വീഴും. ഓരോ അല്ലിയായിട്ട് ഇതേപോലെ എടുക്കുക. ഇപ്പം നെല്ലിക്കയെല്ലാം നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് പുരട്ടി വയ്ക്കുക. നമ്മൾ അച്ചാറിലേക്ക് മറ്റുള്ള ചേരുവകളൊക്കെ ഒന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും ഇത് ഉപ്പും മഞ്ഞളൊക്കെ നന്നായി പിടിക്കും. അത്രയും സമയം പുരട്ടി വെച്ചാൽ മതി. നെല്ലിക്ക നമ്മൾ എണ്ണയ്ക്കകത്ത് വഴറ്റിയെടുക്കുന്ന കാരണം തീരെ വെള്ളമായി ഒന്നും കാണത്തില്ല. ഈ സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത്. ഇനി നമ്മൾ നേരത്തെ നെല്ലിക്ക വഴറ്റാനെടുത്ത അതേ ചട്ടി തന്നെ എടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പം 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക. വെളുത്തുള്ളി കുറച്ചധികം ഇട്ട് കൊടുക്കുന്നതാണ് ഈ അച്ചാറിന് ടേസ്റ്റ്. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഇത് നടു കീറേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. ഉണക്കമുളക് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കണ്ട. കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നെല്ലിക്കയിൽ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ പുരട്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഇട്ട് കൊടുക്കണ്ട. നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ പിന്നെ വേണമെങ്കിലും നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചിയിലത്തെയൊക്കെ വെള്ളമയം കുറച്ചൊന്ന് പോകണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ പൊടികൾ ഇടാൻ പോവാണ്. അപ്പം തീ നല്ലപോലെ കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ഇടാനായിട്ട്. ആദ്യമേ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ സമയത്തൊക്കെ തീ നന്നായി കുറച്ച് വെക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് ഈ പൊടികളെല്ലാം കരിഞ്ഞു പോകും. ഇനി നമ്മൾക്ക് ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഇവിടെ ഇത്ര ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇനി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറും സാധാരണ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ്. 3.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ അച്ചാറിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നത്. എരിവിന് വേണ്ടിയിട്ടാണ് മറ്റേ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നത്. എരിവെല്ലാം അവരവരുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പം കൂടുതൽ എരിവ് വേണ്ടവർക്ക് കുറച്ചും കൂടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം.
ഈ സമയത്തൊക്കെ തീ നന്നായി കുറച്ച് വെക്കണം. കാരണം ഇത് ചട്ടി ആയതുകൊണ്ട് എണ്ണ നന്നായി ചൂടായിട്ടുണ്ടായിരിക്കും. അപ്പം പൊടികൾ കരിയാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ഉലുവയും കടുകും കൂടെ വറുത്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരുപാട് ഫൈൻ പൗഡറായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾക്ക് വേണ്ടത് കായപ്പൊടിയാണ്. അച്ചാറിലേക്ക് എപ്പോഴും കായപ്പൊടിയും കൂടെ വേണം. 1 ടീസ്പൂൺ കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ തീ നല്ലപോലെ കുറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം പൊടികളൊന്നും കരിയത്തില്ല. കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് പൊടികളൊന്നും ആവശ്യമില്ല. എല്ലാ പൊടികളും നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി വേണ്ടത് 1 കപ്പ് തിളച്ച വെള്ളമാണ്. തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നത് തിളപ്പിക്കണം. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന രീതിയിൽ തിളപ്പിക്കുക. എന്നിട്ട് വേണം നമ്മൾക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാനായിട്ട്. അച്ചാറിൽ ഒരുപാട് ചാറ് വേണം എന്നുള്ളവരാണെങ്കിൽ 1/2 കപ്പ് തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾക്ക് നെല്ലിക്കയാണ് ഇട്ട് കൊടുക്കേണ്ടത്. നെല്ലിക്ക നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് സമയമായിട്ടുണ്ട്. ഇത്രയും സമയം പുരട്ടി വെച്ചാൽ മതി. നെല്ലിക്കും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമ്മൾക്ക് ഉപ്പെല്ലാം നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കാം. ഇതിനകത്തിപ്പം ഒരുപാട് ചാറില്ല. പാകത്തിനുള്ള ചാറ് മാത്രമേ ഉള്ളൂ. ഞാനിവിടെ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. ഉപ്പ് നോക്കിക്കഴിഞ്ഞപ്പോൾ കുറച്ച് കുറവാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് വിനാഗിരിയാണ്. 3 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പുളിയെല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇത്രയും വിനാഗിരി മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഈ സമയത്തൊക്കെ അച്ചാറിൻ്റെ നല്ലൊരു മണമായിരിക്കും വരുന്നത്. അച്ചാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അച്ചാർ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഇനി ഇത് ചൂടാറി കഴിയുമ്പം ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് നമ്മൾക്ക് മാറ്റി വയ്ക്കാം. അച്ചാർ എപ്പോഴും ഗ്ലാസ് ബോട്ടിൽ വേണം മാറ്റി വയ്ക്കാനായിട്ട്. ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നെല്ലിക്ക ഒരുപാട് കിട്ടുന്ന സമയത്ത് നമ്മൾക്ക് ഇങ്ങനെ ചെയ്തു വെക്കാം. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്